എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് ടർബോ 7 മണിക്ക് ഒരു അടാറ് സാധനം വരുന്നുണ്ട്. ഒരു പോസ്റ്റർ ആയിരിക്കും. എല്ലാവരും ടീസറൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ടീസർ ഒന്നും അല്ല, പോസ്റ്ററാണ്. ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് 7 മണിക്ക് വരുമ്പോഴേ അറിയുള്ളൂ. പോസ്റ്റർ വിത്ത് റിലീസ് ഡേറ്റ്. ഇത് അപൂർവ സംഭവം കേട്ടോ. അതായത് മമ്മൂക്കയുടെ ഒരു സിനിമ ഇത്രയും ദിവസം മുൻപേ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് അതൊരു സത്യം കേട്ടോ. അത് അപൂർവമാണ്. എന്തായാലും അതാണെന്നാണ് പ്രതീക്ഷ. മാറ്റമൊന്നും ഉണ്ടാവില്ലേക്കാരല്ലേ? ഉറപ്പട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. ഫേസ്ബുക്കിലേക്ക് പോയി നോക്കണം. പിന്നെ തീർച്ചയായിട്ടും ഒരു അടിപൊളി സാധനം തരണേ. ഇതെന്താ, അതിന് സെർച്ച് ഓപ്ഷൻ ഒന്നും ഇല്ലേ? ഫേസ്ബുക്കിൽ സെർച്ച് ഓപ്ഷൻ ഇല്ലാത്ത കിട്ടി. ഫേസ്ബുക്കിന് വേണ്ടി ബന്ധപ്പെടുക. അതെന്താ അങ്ങനെ സംഭവം? എക്സിറ്റ് അടിച്ചതിന് ശേഷം പിന്നെ ചെല്ലണം ആയിരിക്കും, എനിക്കറിയില്ല. ഇതൊന്നുമല്ല, റേഞ്ചേ ഇല്ല, അതാണ്. ഒരു ചുമപ്പ് ഉണ്ടായിരുന്നു. ഓ എന്റെ മോനെ, പള്ളിപ്പെരുന്നാളും വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ഫുൾ വൈറ്റില് ആള് ആളുടെ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അതും കൈയൊക്കെ കുത്തിയിട്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ ഫോട്ടോ. ജയിലിലിരിക്കുന്നത്, സ്റ്റേഷനിൽ ഇരിക്കുന്നില്ല, നേരന്ന് ഷർട്ടൊക്കെ ഒരു കൈ പിടിച്ചിട്ടില്ല, ഇവിടുന്ന് അടിച്ചിട്ടില്ലേ? സീനാണ് അത്. ശരിയാ, ബോർഡറിലാണെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഡീകോഡിങ് ചെയ്ത് വെച്ചിട്ട് എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും നോക്കാം. പക്ഷെ സാധനം കിട്ടുകിടണായിട്ടാണ്. പോലീസ് സാധനമായിട്ടുണ്ട് കേട്ടോ. ടർബോ എന്തായാലും സിനിമ ജൂൺ 13 റിലീസിനെത്തും. അപ്പോൾ കൺഫേം ആയിട്ടോ സംഭവം. ജൂൺ 13. ജൂണിലൊക്കെ ഡേറ്റ് അത്ര ഒരു ശരിയല്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടോ. കാരണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ടൈമാണ്, പിന്നെ മഴേന്റെ ടൈമാണ്. മഴയാണ് ഏറ്റവും വലിയ വിഷയം. ആ ഒരു സമയത്ത് റിലീസ് വെച്ചാൽ കുറച്ച് ചെറിയൊരു പാളിച്ച ആവൂലേ എന്നൊരു സംശയം. അത് അത്രക്ക് കളക്ഷൻ കിട്ടാത്തൊരു സമയമാണ് സംഭവം. ഇനി എത്ര പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നാലും സിനിമയ്ക്ക് ഒരു പരിധി ഉണ്ടാവും കളക്ഷന്റെ കാര്യത്തിൽ. ഇപ്പൊ ഉള്ള പോലത്തെ ഒരു തള്ളിക്കയറ്റം കിട്ടില്ല. അതൊരു ഡേറ്റിന്റെ കാര്യത്തിൽ പ്രശ്നമാണ്. ഇനി ജൂണിൽ, അതായത് പ്രത്യേകിച്ച് ജൂൺ 13 ആ സമയങ്ങളിൽ ഏതെങ്കിലും സിനിമ ക്ലാഷും കൂടി ഉണ്ടെങ്കിൽ തീരുമാനമായി അത് പകുതി ആഴ്ച ഒരുങ്ങൂലേ. പിന്നെ കളക്ഷന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം വരും. എന്തായാലും ഇന്ത്യൻ 2 ജൂണിലാണെന്നുള്ളത് ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡേറ്റ് വന്നിട്ടില്ല. ജൂൺ 14 എന്നുള്ളതാണ് കേൾക്കുന്നത്, റൂമേഴ്സ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ക്ലാഷ് സൂപ്പറായി. പക്ഷെ എന്തുകൊണ്ടാണ് പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല നമ്മളെ വീഡിയോസിലൊക്കെ കമന്റ് വരുന്ന ഒരു സാധനമാണ്, ഈ മമ്മൂട്ടി സിനിമകൾ മാത്രം റിലീസ് ചെയ്യുന്ന ടൈം എപ്പോഴും മോശമായിട്ടുള്ള സമയമായിരിക്കും. അതൊരു സത്യം കേട്ടോ. എനിക്ക് ഭ്രമയുഗം മാത്രമേ ഉള്ളൂ അതിനകത്തൊരു മാറ്റം വന്നത്. അതായത് അതും എക്സാമിന്റെ ഒക്കെ ടൈമായിരുന്നു. അതെ, ക്ലാഷ് ഉണ്ടായിരുന്നു, എക്സാമിന്റെ ടൈമായിരുന്നു. അപ്പൊ ആ ഒരു ഇതെല്ലാം നോക്കിയിട്ട് ഒരു നല്ലൊരു ഡേറ്റ് അല്ലേ സെലക്ട് ചെയ്യണ്ടല്ലേ? ഓണത്തിന് വെച്ചാ പോരായിരുന്നോ? മെയ്യിൽ വെച്ചതായിരുന്നു. മെയ് 9 ആൾറെഡി പ്രഖ്യാപിച്ചത്. ഒന്നില്ലേ നേരത്തെ അതെ അല്ലേ? അല്ലെങ്കിൽ അത് ഓണം റിലീസായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചെടുക്കുമായിരുന്നു. അതെ, ഇജാതി ഒരു സാധനമൊക്കെ ശരിക്കും ഈ എന്താ പറയാ, ഈ ഫെസ്റ്റിവൽ മൂഡായിരിക്കും. ആ ടൈമിലാണ് ഇറക്കേണ്ടത്. പക്ക കൊമേഴ്ഷ്യൽ സിനിമയല്ലേ തിയേറ്ററിൽ. ഇപ്പം ആവേശമൊക്കെ ഉണ്ടല്ലേ? അതെ, ഇപ്പൊ കറക്റ്റ് ടൈമിലാണ് ആ സാധനം റിലീസ്. അപ്പൊ അതിൻ്റെതായ ഒരു കൂടുതൽ കിട്ടിയാണ്. അതെ, എന്തായാലും പ്രത്യേകിച്ച് ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേറെ കാര്യമായിട്ടൊന്നുമില്ല. പള്ളി പുറകിൽ കാണുന്നുണ്ട്. ആളുടെ ലുക്ക് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കാരണം ഫുള്ളായിട്ട് വൈറ്റ്, നല്ല റെഡ് കരയുള്ള മുണ്ടും, പിന്നെ ബ്ലാക്ക് ചെരുപ്പും അല്ലേ, പിന്നെ ബ്ലാക്ക് പട്ടയുള്ള, പിന്നെ കൈയിന്റെ ഒക്കെ ഇത് തന്നെ, കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. നല്ലൊരു ഇടി കഴിഞ്ഞിട്ടുള്ള ഇരുത്താണോ, ഇടി കഴിഞ്ഞിട്ടാണോ, ഇടി തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതാണോ, അതോ ഇടി കഴിഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഇടി കഴിഞ്ഞിട്ടാണോ ചാൻസ് ഇല്ല, ഇടി തുടങ്ങുന്നതിന്റെ മുന്നേ ഉള്ളത് തന്നെയായിരിക്കും. എന്താണെങ്കിലും നല്ല മാസ സീനായിരിക്കും. അതെ, ഇവിടെ അല്ലേ നമ്മുടെ രാവണപ്രഭുവിലെ പാട്ട് സടക്ക് സോങ് വിത്ത് ഫൈറ്റ്, പിന്നെ പള്ളിപ്പെരുന്നാളെന്ന് പറയുമ്പോ തന്നെ അതിനൊരു വൈബ് വേറെ. ആ സമയത്ത് ഒരു അടിയെന്നും കൂടി പറഞ്ഞ ബഹുകേമം. വേറൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ എന്താ പറയാ, ചക്രം, മറ്റേ വെയിലുണ്ടല്ലോ ഇങ്ങനെ കറങ്ങുന്നേ, പള്ളിപ്പെരുന്നാളിനൊക്കെ ഉണ്ടാവുമല്ലോ,
യന്ത്രഊഞ്ഞാല്. ആ സാധനം ഏതൊക്കെ പോസ്റ്ററിൽ വന്നിട്ടുണ്ടോ മലയാളത്തിൽ ഏതാണ്ട് എല്ലാം ഹിറ്റാ. RDX, പിന്നെ മിന്നൽ മുരളി അല്ലേ? ശരിയാ, മിന്നൽ മുരളിയിലുണ്ടായിരുന്നു, RDX-ലുണ്ടായിരുന്നു. ഇതെന്താന്നറിയോ, ഇതാ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സാധനം. ആ ഒരു വൈബ് പോസ്റ്ററിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് പോസിറ്റീവ് വൈബാ കിട്ടണം. നല്ല പോസിറ്റീവ് വൈബ് കിട്ടും. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇപ്പം ഒരു വിജയം സാധ്യത കൂടുതലായിരിക്കും. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അതിൽ ആള് ബ്ലാക്ക് ഷർട്ടായിരുന്നു, ഇത് വൈറ്റ്, ഒരു മാറ്റാണുള്ളത്. അപ്പൊ ആള് വൈറ്റും ബ്ലാക്കും മാത്രം ആണല്ലേ? അത് ഉറപ്പല്ലേ? പിന്നെ ഇടയ്ക്ക് ഷർട്ട് ഊരാതൊക്കെ ഞങ്ങൾ വരും, ഷർട്ട് ഊരിയിട്ടൊക്കെ ഞങ്ങൾ വരും, ഷർട്ട് ഊരാതെ വരും, വലിച്ചു കീറാൻ. ആ ഒരു സെറ്റപ്പിലൊക്കെ ഞങ്ങൾ വരും. ഓക്കെ, എന്തായാലും കമന്റുകളൊക്കെ എന്താണ്? മമ്മുക്ക മാസിക്ക കട്ട കാത്തിരിപ്പ് കൊല്ലുന്നോ? ആരെ കൊല്ലുന്നു? സ്വന്തം തോന്നിയായിരിക്കും ഇങ്ങനെ എന്നെ കൊല്ലുന്നു. ജൂണിൽ സത്യം കണ്ടോ, ജൂണിലൊക്കെ എന്തിനാണ് ഇക്ക എന്നുള്ളത്. ഇത് നമുക്ക് മാത്രമല്ല കുറെ ആൾക്കാർക്ക് തോന്നുന്ന സംഭവം തന്നെ. പള്ളിപ്പെരുന്നാളിനടി, പള്ളിപ്പെരുന്നാളടി. അതെ, ജോസ് അച്ചായന്റെ കിൻഡലിടി കാണാൻ പള്ളിപ്പെരുന്നാളിൽ ജോസ് അച്ചായൻ മാസ് സ്റ്റൈൽ ഇടി തിയേറ്ററുകളിൽ കാണാൻ വെയിറ്റിംഗ്. ടീസർ പ്രതീക്ഷിച്ചു ഇരുന്ന ഞാൻ ആരായി? ടീസർ അല്ല, നമ്മൾ അല്ലേ നമ്മൾ കിഴി എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് കിഴി എപ്പിസോഡൊക്കെ ഒന്ന് കാണാൻ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വാരി വിതർന്നത്. അയ്യോ നാണില്ലേക്കാ, ജൂൺ സ്കൂൾ തുറപ്പ്, കാലവർഷം ഈ സിനിമ ഇറക്കി നശിപ്പിക്കാനാണോ? അതിനകത്ത് ചോദ്യമാണ്. ക്ലാഷ് വിത്ത് ഇന്ത്യൻ 2 നല്ല ബെസ്റ്റ് ടൈമാണ് പടം ഇറക്കുന്നത്. ജൂൺ 13. എല്ലാവരുടെയും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന തിരക്ക്, ജോലിക്ക് പോകുന്ന തിരക്ക്, പടം എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ല. അയ്യോ കണ്ടോ, അതാണ് ഇത്. ശരിക്കും ഇവര് ആദ്യം ഏകദേശം ഒരു ധാരണ വെച്ചില്ലായിരുന്നോ? മെയ് 9 ആണെങ്കിലുണ്ടല്ലോ നല്ല പൊളിച്ചടിക്കുന്ന സിനിമ. ഇതാണോ കാത്തിരുന്നത്? ഒരു ടീസറെങ്കിലും നല്ല താളം തെറ്റിയ സമയത്ത് റിലീസും ജൂണിൽ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോണ സാധനം റിലീസ് ഡേറ്റ് ആയിരിക്കും. വളരെ മോശം സത്യം. കൊറേ കമന്റ് അതിനെ കുറിച്ച് തന്നെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമേന്റെ റേഞ്ച് വെച്ചിട്ട് ഓരോ സിനിമകളും കേറിക്കൊണ്ടിരിക്കുന്നത്. അത് ടൈമിന്റെയും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. സംഭവം വമ്പൻ കളക്ഷൻ വരില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, പിന്നെ മാത്രല്ല വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ ദുഡില്ലേ കുറച്ച് കയ്യിൽ നിന്ന് കുറഞ്ഞിരിക്കുന്ന സമയം ജൂണിലാണ്. അതാണ് ഇപ്പൊ പഠിക്ക് പോകാൻ പറ്റൂല, ഈ മഴേന്റെ പ്രശ്നം. പിന്നെ ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ ഒരു 3-4 പേര് സ്കൂളിൽ പോകുന്നവരുണ്ടാവും. അതിന്റെ പരിപാടികളും കാര്യങ്ങളും പുസ്തകം എല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു മാസം ഒരു കഷ്ടപ്പാടിന്റെ മാസമാണ് ശരിക്കും ജൂണ്. അത് കഴിഞ്ഞിട്ട് ജൂലൈ ഓഗസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന്റെ സമയത്തില് ഇതിനോട്ട്, അതായത് മിഡിൽ ക്ലാസ്സിന് പ്രത്യേകിച്ച് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണല്ലോ ജൂണില്. ആ സമയത്ത് വേണ്ടായിരുന്നു എന്നുള്ളത് ഒരു അഭിപ്രായം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയൊരു ഇത് തന്നെയായിരിക്കും. നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്ന സംഭവം അത് തന്നെയാണ് കേട്ടോ. സിനിമ ചിലപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരിക്കും, പക്ഷെ പ്രതീക്ഷിച്ചത്ര കളക്ഷനിലേക്ക് പോകുമല്ലോ എന്നുള്ളതാണ്. വന്നാലും ആ ഒരു വൈബിലേക്ക് എത്തുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് നല്ല സമയം തിരഞ്ഞെടുക്കണമല്ലോ തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അതാണ് അത് ഓരോരുത്തരും അത് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ വരുന്ന സിനിമകളിലൊക്കെ ടൈമിങ് എന്തുകൊണ്ടാണ് അവർ ഇടുന്നത്. ഇനിയിപ്പോ ഇച്ചിരി നെഗറ്റീവ് വന്നാൽ പോലും അവർക്കറിയാം ഈ ഒരു ടൈമിൽ ആ സിനിമയും ഓടും. വെക്കേഷൻ ടൈമാണ്, ഈ ടൈമിൽ എങ്ങനെയും സിനിമ ഓടും. അപ്പൊ അതുകൊണ്ടാണ് അതിനൊക്കെ അനുസരിച്ച് അവർ ഇറക്കി വിടുന്നത്. അതുപോലെ ഒരു ടൈം പിടിക്കായിരുന്നു. ഇപ്പൊ ഓണത്തിന് റിലീസ് ആക്കിയാൽ മതിയായിരുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. ഇത് വളരെ മോശം ലേറ്റ് ആയി പോയി. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റർ അടിപൊളി, നല്ല ലുക്കുമാണ്, പിന്നെ വർക്കും നന്നായിട്ടുണ്ട്. അതെ, ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നല്ല അടിപൊളിയാണ്. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും വരട്ടെ. ഇനിയിപ്പം ടീസറിനായിട്ട് അല്ലെങ്കിൽ ട്രെയിലറിനായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പം എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ഇതിനും ഭയങ്കര ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് നല്ലോണം നിലനിർത്തിയാൽ മാത്രമേ ഇനി കുറച്ചെങ്കിലും ആൾക്കാർ ആ രീതിയിൽ കയറുള്ളൂ. തള്ളിക്കയറ്റം ആ ഒരു ഉണ്ടാവുള്ളൂ. സാധാരണ മമ്മൂക്ക സിനിമകൾക്ക് എപ്പോഴും ഹൈപ്പ് ഒന്ന് കുറക്കുന്ന പരിപാടിയുണ്ട്. ഇതിനെങ്ങാനും ഹൈപ്പ് കൂടി കുറഞ്ഞാൽ തീർന്ന്. ഹൈപ്പ് കുറയ്ക്കായിരുന്നു കുറച്ചുകൂടി മുന്നേ റിലീസ്. നല്ല ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെയാണ്. ഇത് ജൂണില്. ഓക്കെ, വെയിറ്റ് ചെയ്യാം.